ഈ കരണ്ടിനൊക്കെ പോവാൻ കിട്ടിയൊരു സമയം ഫൈറ്റ് സീനായിരുന്നു. ഞാൻ വീട്ടിൽ പോട്ടെ. ഉമ്മ കുറേ നേരം ചോറുണ്ണാൻ വിളിക്കണം. കിടന്ന് കഴിച്ചാലോ? വേണ്ട, തെണ്ടി കിടന്ന് ഓരോ വീട്ടിൽ നിന്ന് കഴിച്ചെന്നും പറഞ്ഞു ഉമ്മ എന്നെ ചീത്ത പറയും. നമുക്ക് പോവാം. എടാ, നീ ഹൈലൈറ്റിലേക്ക് ഉണ്ടാ? അവിടെ സ്മാഷ് എന്ന് പറഞ്ഞ പുതിയ ഗെയിമിംഗ് ആർക്കേഡ് വന്നിട്ടുണ്ട്. അതില് മോനെ ഫോർഡിന്റെ ഫുൾ ബ്ലോൺ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. ഇല്ലടാ, ഞാൻ ഇല്ല. അവര് വിളിക്കണതല്ലേ, ചെല്ല്. വേണ്ട അമ്മ, ഞാൻ അങ്ങോട്ട് പോണില്ല. മിസ്റ്റർ ശങ്കർ, എനിക്കൊരു ഡൗട്ട്. ഇവനോട് ലുക്ക് മിസ്റ്റർ ശ്രാവൺ എന്ന പുളി. എൻ്റെ പേര് SN ഹർഷ് എന്നാണ്. ശങ്കരത്ത് വീട്ടിൽ നിശ്ചൽ മകൻ ഹർഷ്, അല്ലാണ്ട് സംഘർഷ് അല്ല. പക്ഷെ വിളിക്കാൻ അതാണ് സുഖം. അല്ല, എന്റെ ക്വസ്റ്റ്യൻ അതല്ല. പിന്നെ ഈ ഞാൻ എന്തിനാ ഇടക്കിടക്ക് മിന്നൽ മുരളി സിനിമ കാണുന്നത്? അത് പറയാം, നീ വാ. അവൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴായിരുന്നു അവൻ്റെ ബർത്ത്ഡേയും. അന്ന് ഒരു ബൈക്കിൽ ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോയതാ. പോണ വഴിക്ക് അവരുടെ വണ്ടി ഒരു ലോറിമേ ആക്സിഡന്റ് ആയി. അതിൽ അവൻ്റെ അച്ഛൻ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അമ്മ രക്ഷപ്പെട്ടു, പക്ഷെ അവർക്ക് നടക്കാൻ പറ്റില്ല. അവന് മാത്രം വലിയ കുഴപ്പം സംഭവിച്ചില്ല. എന്നിട്ട് അവരെ ഡിന്നറിന് പോകുന്നതിന് മുമ്പേ അവസാനമായി ഒരുമിച്ചിരുന്ന് കണ്ട സിനിമയായിരുന്നു ഈ മിന്നൽ മുരളി. അത് കാണുമ്പോൾ അവൻ അവൻ്റെ അച്ഛൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യത്രേ. അതുകൊണ്ടാ ആ സിനിമ തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. അപ്പോ അതിനുശേഷമാണല്ലേ അവൻ ഇത്രയൊക്കെ ഡള്ളായത്? അതെ, പാവം, അവനിപ്പോൾ ആകെ ഡൗണായി. ഓക്കേ, പക്ഷെ ഈ സംഭവം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നീ വെക്കേഷൻ ടൈമിൽ മാത്രം വരുന്നോണ്ടാ ഇവിടെ നടക്കുന്നൊന്നും നീ അറിയാത്തെ. ഇതൊക്കെ മിന്നൽ മുരളിയിലാണ്. കണ്ടോ, 26-ന് ശേഷം അവനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അമ്മമ്മേ, ഓ, ഞാനിവിടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെക്കേഷൻ വരുമ്പോ ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ, കേശു? അവൻ മരിച്ചപ്പോ അമ്മമ്മ എന്തിനാ അമ്മേനെ വിളിച്ച് കരഞ്ഞേ? അതെനിക്ക് സങ്കടം വന്നിട്ട്. ഒരു പട്ടി മരിച്ചാൽ സങ്കടം വരുമോ? പിന്നെ അത് പട്ടിന്നല്ല, നമ്മൾ ദിവസം കാണുന്നവര് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാവുമ്പോ നമുക്ക് സങ്കടം വരും, സഹിക്കാൻ പറ്റില്ല. എന്താ പിന്നെ വേറൊരു പട്ടിയെ വാങ്ങിയ പോരെ? അതെങ്ങനെ ശരിയാവുക? ഇവന് പകരാവോ അവൻ? ഇവൻ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നതല്ലേ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പോയി കളിക്ക്. എടാ, നീ എങ്ങോട്ടാ? എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യമുണ്ട്, നീ വാ. എങ്ങോട്ടാടാ, പറ. നീ ഇതെങ്ങോട്ടാ? എനിക്ക് പോണം. എടാ, നീയല്ലേ പറഞ്ഞേ ഞാൻ പഴയതുപോലെയല്ല, അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊക്കെ. എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐഡിയ. എന്ന് വെച്ചാ ഞാൻ 6th പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു അരവിന്ദ് DK ഉണ്ടായിരുന്നു. അവനും ഇയാനെ പോലെ ആയിരുന്നു, ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. അവന് അമ്മയില്ല. അതിനിടയിൽ അവൻ്റെ ചേച്ചിക്ക് എന്തോ പറ്റി. അതിനുശേഷം അവൻ ആകെ മാറി, എല്ലാവരോടും ദേഷ്യം, ഒരു സൈക്കോ. പിന്നെ അവൻ സെന്റ് ജോൺസിന്ന് പോയി. ഞാൻ അവനെ കുറെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇനിയൊരു അരവിന്ദ് DK വേണ്ട. നീ വാ.